ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയതാട്ടോ. എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന റെസ്റ്റോറൻറ്റ് കയറി. അപ്പോൾ റെസ്റ്റോറൻറ്റ് പേര് എനിക്കറിയത്തില്ല കേട്ടോ, സോറി, ക്ഷമിക്കണം. ഞാൻ റെസ്റ്റോറൻറ്റ് പേരൊന്നും നോക്കാതെയാണ് കയറിയത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് ഇപ്പോൾ വരും കേട്ടോ. എന്താണെന്ന് വരും. സ്പെഷ്യലാണ് കേട്ടോ, സ്പെഷ്യൽ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോടും കൊച്ചിനോടും എന്തൊക്കെയോ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, കൊച്ചിനും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ് പേര് കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ലിയാമോള് ഭയങ്കര മേക്കപ്പാണ്. ഒക്കെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ജീവനാണ്, ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനൊരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ലിവാമ് മേടിച്ചു കൊടുത്തു. അതാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ വരുന്നുണ്ടേ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡ് ആട്ടോ. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോയത്. അവിടെ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ പോയത്. പക്ഷേ എന്ത് ചെയ്യാം, പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അതിൻ്റെ വരവ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമൊന്നും പെട്ടില്ല. ഞങ്ങൾ കോട്ടയത്തു നിന്ന് കോഴിക്കോട് നിന്ന് കഴിച്ചതൊക്കെ ഇതിനേക്കാളും സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബണ്ണോ അങ്ങനെ ഒന്നുമില്ല. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തോ ഒരു സാധനത്തിന് പേര് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അച്ഛനറിയാം, അച്ഛൻ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് അച്ഛന് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇത് പിടിച്ച് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, റബ്ബർ പോലെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയൊന്നും കഴിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കൊച്ച് ഇതൊന്നും കഴിക്കുന്നില്ല. അവൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ചിക്കൻ കൊടുക്കുന്നതാണ്. ചിക്കൻ കൊടുത്തിട്ടും കഴിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൊടുക്കാമെന്ന്. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം മാരിയിട്ട് കൊടുത്തു. അപ്പോൾ അത് മാത്രം തരുന്നു. ലിപ്സ്റ്റിക്ക് ഇടുന്നു, ഉരുളക്കിഴങ്ങ് തിന്നുന്നു, ലിപ്സ്റ്റിക്ക് ഇടുന്നു, ഉരുളക്കിഴങ്ങ് തിന്നുന്നു. ഇതെന്നാ പരിപാടി. അപ്പോൾ എന്നിട്ട് എന്നെ നോക്കി എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തിന്നുവാണ്. അപ്പോൾ അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്ത്. പൈസ മുതലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ കഴിച്ച് തീർത്തുന്നുണ്ട്. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി പോയി. അപ്പോഴാണ് ലിയാമോൾ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നത്. അവൾക്ക് ആ ഡോറ് തുറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങണം. അവൾ അടങ്ങിയിരിക്കാത്ത കുരുത്തം കെട്ട കൊച്ചാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ബില്ലെല്ലാം കൊടുത്തു. ചെറിയ എമൗണ്ട് ആട്ടോ, വളരെ ചെറിയ എമൗണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ കുഞ്ഞിന് കളിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ പാർക്കിലെല്ലാം കളിച്ചിട്ടാണ് കയറി വന്നത്. വിശന്ന് കൂറ കുത്തി വന്നാലും അവൾ പാർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൾ അവിടെ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ പാർക്കിൽ കയറി. പാർക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഊഞ്ഞാലും മറ്റേ അങ്ങനെ താണ്ട ഈ മഞ്ഞ പോലത്തതിന് എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. അതും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ചെളിയെന്ന് പറഞ്ഞാൽ ചെളിയല്ല, അവിടെ മെറ്റലൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കയറി ഉടുപ്പും ജഡിയും എല്ലാം നനഞ്ഞ്, എന്നിട്ട് ഒരു അനുസരണയില്ലാതെ അവിടെ കിടന്ന് ആക്കിക്കൊണ്ടിരിക്കാം. അങ്ങോട്ട് വരാൻ വിളിച്ചപ്പോൾ ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര കരച്ചിലതൊക്കെയായിരുന്നു. ഇപ്പോഴാണെങ്കിലോ പോകാനും താല്പര്യമില്ല. എൻ്റെ അമ്മോ, ഇതിന് പുറകെ നടന്ന് മടുത്ത് ഞാൻ. അപ്പം അച്ചു എവിടെയോ പോയതാട്ടോ. അച്ചു പോയിട്ട് അച്ചു താഴെ പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ കളി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. അവൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ മൊത്തം ഒന്ന് കാണിച്ചേക്കുന്നത്. പക്ഷെ മൊത്തം കാണിക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ ഫ്രണ്ടൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ, ഫ്രണ്ടൊന്നും കിട്ടിയില്ല. അത് അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേരവിടെയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പോയി എടുക്കാൻ പറ്റില്ല. ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് അച്ചു വന്നിട്ട് നമുക്ക് പറഞ്ഞു നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഒത്തിരി വല്ല കഞ്ഞിയും കുടിക്കാമെന്ന് വിചാരിച്ച്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തോ പോലെ ഛർദ്ദിക്കാൻ എന്തെങ്കിലും വരുമോ എന്തോ ഒന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങളതിനകത്ത് കയറി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പറയാവേ.